ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങി. തെരഞ്ഞെടുപ്പിന് ജില്ല പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ UDF സമ്പൂർണ്ണ വിജയം നേടുമെന്ന് MK രാഘവൻ MP. പ്രവാസി ക്ഷേമത്തിന് കേരളത്തിൽ ഇടതുപക്ഷം തുടരണമെന്ന് കേരള പ്രവാസി സംഘം. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുള്ള നഴ്സുമാരുടെ സമരം തുടരുന്നു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് കൊടിയിറങ്ങി. നഗരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒരുമിച്ചതോടെ കലാശക്കൊട്ടിന്റെ ആവേശം അണപൊട്ടി. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന്റെ കലാശക്കൊട്ടിന് നാടും നഗരവും സാക്ഷിയായി. ഇനി ഒരു ദിവസത്തിനുമപ്പുറം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. വൈകിട്ട് 5 മണിയോടെ പരസ്യ പ്രചരണം മുന്നണികൾ അവസാനിപ്പിച്ചു. 2 ആഴ്ച മാത്രം നീണ്ടുനിന്ന പ്രചരണത്തിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നു. പ്രചരണത്തിലേതുപോലെ തന്നെ ഒട്ടും ആവേശം ചോരാതെയാണ് പ്രവർത്തകർ കലാശക്കൊട്ടിനെയും ആഘോഷമാക്കിയത്. പാർട്ടി കൊടികളും കട്ടൌട്ടുകളും ഡിജിറ്റൽ വെളിച്ച ശബ്ദവിന്യാസങ്ങളും ബാൻഡ് മേളവും മുദ്രാവാക്യങ്ങളും പ്രകമ്പനം കൊണ്ട തെരുവുകൾ പ്രചരണത്തിന്റെ അവസാന കാഴ്ചയായി. കോഴിക്കോട് നഗരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മുന്നണികളുടെ റാലികൾ സംഗമിച്ചു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് വലിയ സുരക്ഷയും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ പ്രചരണത്തിനായി കോഴിക്കോട്ടെത്തിയിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇത്രയും ദിവസങ്ങളിൽ ഏറ്റുമുട്ടിയ മുന്നണികൾ ഇനി നിശബ്ദമായി കാത്തിരിക്കുകയാണ് ജനവിധിക്കായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. സുതാര്യവും നീതിപൂർവവുമായ വോട്ടെടുപ്പ് സാധ്യമാക്കുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ 13,04,604 പുരുഷന്മാരും 13,64,182 സ്ത്രീകളും 31 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ 26,68,817 വോട്ടർമാരാണ് ഉള്ളത്. വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ഏപ്രിൽ 8 രാവിലെ 8 മണി മുതൽ നിയോജക മണ്ഡലം തല കേന്ദ്രങ്ങളിൽ നടക്കും. ജില്ലയിലെ 351 പ്രശ്ന സാധ്യതാ ബൂത്തുകളിലും പ്രത്യേക സുരക്ഷ ഒരുക്കും. പോളിംഗ് ഡ്യൂട്ടിക്കായി 13,218 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. കള്ളവോട്ട്, ആൾമാറാട്ടം ഉൾപ്പെടെയുള്ളവ തടയുന്നതിനായി ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും അകത്തും പുറത്തും വെബ് കാസ്റ്റിംഗ് സംവിധാനമുണ്ടാകും. വോട്ട് ചെയ്യാൻ എത്തുന്നയാൾ ബൂത്തിൽ പ്രവേശിക്കുന്നത് മുതൽ പുറത്തിറങ്ങുന്നത് വരെയുള്ള വോട്ടെടുപ്പിന്റെ മുഴുവൻ ദൃശ്യങ്ങളും CCTV ക്യാമറ വഴി കൺട്രോൾ റൂമിൽ നിന്ന് തത്സമയം നിരീക്ഷിക്കും. പോളിംഗ് സമയത്ത് ജനങ്ങൾക്ക് ഒരു എപ്പിക് കാർഡ് കൂടാതെ ഒരു അഡീഷണൽ 11 ഡോക്യുമെന്റ്സ് ഉണ്ട്. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഒരു ID കാർഡ്, സർവീസ് ID കാർഡ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പാസ്ബുക്ക്, പാൻ കാർഡ്,
ഒരു പോപ്പുലേഷൻ രജിസ്റ്ററിലെ സ്മാർട്ട് കാർഡ് ഉണ്ടെങ്കിൽ MGNREJ കാർഡ്, ഇൻഷുറൻസ് കാർഡ്, പെൻഷനിന്റെ ഡോക്യുമെന്റ്, പിന്നെ ആധാർ കാർഡ്, പിന്നെ ഒരു വേറെ ID കാർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റബിൾ ഡോക്യുമെന്റ്സ് ആണ് എപ്പിക് കാർഡിലെ അഡീഷണൽ ആയിട്ട്. നിശബ്ദ പ്രചരണ സമയത്തെ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കളക്ടറും ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ B. സുബിനും റൂറൽ SP T. ഫറാഷും വ്യക്തമാക്കി. എല്ലാ ബൂത്തുകളിലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവും. അതുകൂടാതെ സ്പെഷ്യലായിട്ട് അറ്റൻഷൻ വേണ്ട ക്രിട്ടിക്കൽ ബൂത്തുകളിൽ അതിനനുസരിച്ചിട്ടുള്ള കൂടുതൽ പോലീസ് സാന്നിധ്യവും മറ്റ് പെട്രോളിംഗ് പാർട്ടികളും കൂടുതൽ പോലീസിന്റെ ഡിപ്ലോയ്മെന്റും ആ സ്ഥലങ്ങളിൽ ഉണ്ടാവും. പേരാമ്പ്രയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലെ അനൗൺസ്മെന്റ് സംബന്ധിച്ച ആദ്യ പരാതിയിൽ വലിയ കഴമ്പില്ലെന്നും രണ്ടാമത്തെ പരാതിയിൽ പരിശോധന നടന്നുവരികയാണെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ UDF സമ്പൂർണ്ണ വിജയം നേടുമെന്ന് MK രാഘവൻ MP. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF നടത്തിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന് ഡോക്ടർ MK മുനീർ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരു നേതാക്കളും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാമുദായിക ധ്രുവീകരണത്തിന് നടത്തിയ ശ്രമം എല്ലാവർക്കും അറിയാം. കാഫിർ സ്ക്രീൻഷോട്ടിന് അത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ കറുത്ത പാടാണ്. അതിന് സമാനമായിട്ടുള്ള ഒന്നാണ് പേരാമ്പ്രയിൽ നടന്നിട്ടുള്ളത്. LDFന്റെ വാഹനത്തിൽ നിന്നുകൂടെ തന്നെയാണ് അനൗൺസ്മെന്റ് നിങ്ങൾ ആലോചിക്കണം. ഒരു പ്രത്യേക സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്ന രീതിയിൽ ഒരു പ്രചരണം അഴിച്ചുവിടാൻ പോലും CPM തയ്യാറായി എന്നുള്ളത് തന്നെ CPM-നുണ്ടായ പരാജയ ഭീതിയാണ് ഇതിന്റെ കാരണം. ഈ തീവ്ര വലതുപക്ഷ വ്യതിയാനം വന്ന CPM-നെ തിരുത്തണം എന്ന ആഗ്രഹമുള്ള പരമ്പരാഗതമായി ഇടത് പ്രവർത്തകർ ഇത്തവണ UDF-നെ പൂർണ്ണമായും പിന്തുണക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഒരു ചരിത്ര വിജയം കോഴിക്കോട് ഉണ്ടാകും, കേരളത്തിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. ആ പാർക്കിംഗ് പ്ലാസയുടെ ഒരു കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല. അതുകൊണ്ട് അവിടേക്ക് SM സ്ട്രീറ്റിലേക്ക് പോകേണ്ടവർ എവിടെ പാർക്ക് ചെയ്ത് എവിടെ നിന്ന് നടന്ന് അവിടേക്ക് എത്തണം? അപ്പോൾ എത്ര വലിയ ബുദ്ധിമുട്ടാണ് കോഴിക്കോടുള്ള ജനങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനൊക്കെ മാറ്റം വരുത്തണ്ടേ എന്നുള്ളതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചോദിക്കുന്ന പ്രധാന ചോദ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. ഗാദി വിഷുമേള മിഠായി തെരുവ് ഗാദിഗ്രാം എംപോറിയത്തിൽ ഡാക്ക മസ്ലിൻ തുണിത്തരങ്ങൾ, സിൽക്ക് സാരികൾ, ചുരിദാർ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ധോത്തികൾ, ഉന്നനിറച്ച കിടക്കകൾ തുടങ്ങി വൈവിധ്യമാർന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, അലങ്കാര ചെടികൾ, പച്ചക്കറി വിത്തുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്റ്റാർച്ചുകൾ തുടങ്ങിയവയും മേളയിലൂടെ ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേളയ്ക്ക് ഏപ്രിൽ 14-ന് സമാപനമാവും. ഗാദിഗ്രാം എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ അധികാരത്തിലിരുന്ന LDF സർക്കാരുകളാണ് പ്രവാസി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയതെന്നും പ്രവാസി ക്ഷേമത്തിന് കേരളത്തിൽ ഇടതുപക്ഷം തുടരണമെന്നും കേരള പ്രവാസി സംഘം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ. നമുക്കറിയാം, വീട്ടമ്മമാർ മുതൽ യൂസഫ് അലി മേനോൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും കേരള നിയമസഭക്കകത്ത് ഇരുത്തിക്കൊണ്ട് പ്രവാസികളുടെ ഓരോ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്ന രീതിയിലേക്ക് കേരള ലോകസഭ എന്ന നിലയിൽ ഇടപെട്ടു. ഞാനൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്ത വല്ലാത്തൊരു അനുഭവമായിരുന്നു. മുഖ്യമന്ത്രി കേരളത്തിലെ 125 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത പ്രവാസികൾ, ആ പ്രവാസികൾ പറയുന്നത് കേൾക്കാൻ 3 ദിവസം ആ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രവാസികളുടെ ഉറ്റ സുഹൃത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുകയാണ്. ഇരുന്നു കൊണ്ട് ഓരോ പ്രവാസികൾ പറയുന്നത് നോട്ട് ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കാണുന്ന രീതിയിലേക്ക് ഇടപെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാസി ക്ഷേമത്തിന് ഇടതുപക്ഷം വരണമെന്നാണ് പ്രവാസികൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ സർക്കാരുകളാണ് വിവിധ പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് കേരള പ്രവാസി സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നോർക്കയും പ്രവാസി ക്ഷേമനിധിയും ലോക കേരള സഭയും അതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന 1ഉം 2ഉം പിണറായി സർക്കാരുകൾ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ പ്രവാസികളെ സംബന്ധിച്ചുള്ള ചരിത്ര നേട്ടങ്ങളാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ LDF സർക്കാരുകൾ നടപ്പിൽ വരുത്തിയ പ്രവാസി ക്ഷേമ പദ്ധതികൾ സംരക്ഷിക്കപ്പെടുന്നതിനും വിപുലീകരിക്കുന്നതിനും കേരളത്തിലെ LDF സർക്കാർ തുടരണമെന്നും പ്രവാസി കോർഡിനേഷൻ കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി CB ഇക്ബാൽ, പ്രസിഡന്റ് K സജീവ് കുമാർ, ട്രഷറർ സലീം മണാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുള്ള നഴ്സുമാരുടെ സമരം തുടരുകയാണ്. സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് മൈത്ര ആശുപത്രിയിലേക്ക് പ്രതിഷേധ റാലി നടത്തി. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UNA-യുടെ നേതൃത്വത്തിൽ നഴ്സുമാർ സമരം നടത്തുന്നത്. സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് മൈത്ര ആശുപത്രിയിലേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രതിഷേധ റാലിയിൽ അണിനിരന്നു. ന്യായമായ ആവശ്യങ്ങൾ പോലും മാനേജ്മെന്റ് അംഗീകരിക്കുന്നില്ലെന്നും ഈ സാഹചര്യത്തിലാണ് സമരരംഗത്ത് തുടരുന്നതെന്നും UNA ഭാരവാഹികൾ പറഞ്ഞു. മീഡിയേഷൻ ചർച്ചകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേതൃത്വത്തിൽ നടത്തിയെങ്കിലും ഇതിനോട് സഹകരിക്കാൻ പോലും മാനേജ്മെന്റോ ഇവരുടെ സംഘടനയായ KPHA പോലുള്ള സംഘടനകൾ പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മിനിമമായ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാൻ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ നിലനിർത്തിയാണ് നഴ്സുമാർക്ക് തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. ചർച്ചയ്ക്ക് UNA തയ്യാറാണെന്നും മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്നും UNA നേതാക്കൾ അറിയിച്ചു. മാനേജ്മെന്റ് എപ്പോ വിളിച്ചാലും തുറന്ന് ചർച്ചയ്ക്ക് നമ്മുടെ അസോസിയേഷൻ UNA തയ്യാറാണ്. നിലപാട് നമ്മൾ ശക്തമായി സമരമായിട്ട് മുന്നോട്ട് പോകും. സന്ധി ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ്. നമ്മളെ തുറന്ന ചർച്ചയ്ക്ക് വിളിക്കട്ടെ. മാനേജ്മെന്റ് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. അതെന്താ നമ്മളെ സംഘടനയെ പേടിച്ചിട്ടാണോ? ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചരിത്രപ്രസിദ്ധമായ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിൽ മുഖ്യ ഖാസിയായി നിയമിതനായ സയ്യിദ് മുഹമ്മദ് കോയ ജമുലുല്ലൈലിയുടെ സ്ഥാനാരോഹണം ഏപ്രിൽ 17-ന് വൈകിട്ട് മിഷ്കാൽ പള്ളി അങ്കണത്തിൽ നടക്കും. പരിപാടിയുടെ സംഘാടനത്തിനായി മിഷ്കാൽ പള്ളി ആക്ടിംഗ് പ്രസിഡന്റ് PO ഹാഷിമിന്റെ അധ്യക്ഷതയിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. പരമ്പരാഗത രീതിയിൽ സംഘടിപ്പിക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മേയർ O സദാശിവൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, സാമൂതിരി കേരളവർമ്മ രാജ എന്നിവർ വിശിഷ്ടാതിഥികളായി സംബന്ധിക്കും. ഖാസി ഫക്രുദ്ദീനിൽ നിന്നും ആരംഭിച്ച ഈ പരമ്പരയിലെ 23ാമത്തെ ഖാസിയാണ് ജമുലുല്ലൈലി. 2009 ശേഷം 17 വർഷം പിന്നിട്ട ശേഷമാണ് ഇത്തരമൊരു ചടങ്ങ് പള്ളിയിൽ സംഘടിപ്പിക്കുന്നത്. സക്കീർ സഖാഫി, MV അബ്ദുള്ള കോയ, PKM കോയ, KV അവറാൻ കോയ,
CBV സിദ്ദിഖ്, MV ബഷീർ, PV ഹസൻ കോയ, പുതിയകം സഹീർ, KV ഇസ്ഹാഖ്, PT ഇമ്പിച്ചിക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. മിഷ്കാൽപള്ളി സെക്രട്ടറി N ഉമ്മർകോയ, കൺവീനർ MV റംസി ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ. വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്. സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ. ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി. മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDF-നൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുറ്റ്യാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയുടെ വിജയത്തിനായി കുറ്റ്യാടി പുഴയിൽ ജലയാത്ര സംഘടിപ്പിച്ചു. ഇൻകാസ് ഖത്തർ കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വേറിട്ട പ്രചരണം സംഘടിപ്പിച്ചത്. കുറ്റ്യാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയുടെ വിജയത്തിനായി കുറ്റ്യാടി പുഴയിൽ ജലയാത്ര സംഘടിപ്പിച്ചു. ഇൻകാസ് ഖത്തർ കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയിരുന്നു ജലയാത്ര. രാവിലെ കുറ്റ്യാടി വലിയ പാലത്തിന് സമീപത്തു നിന്നാണ് ജലയാത്ര ആരംഭിച്ചത്. മണിയൂർ വരെ സംഘടിപ്പിച്ച യാത്രയിൽ വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് വഴിയിലുടനീളം ലഭിച്ചതെന്ന് ഇൻകാസ് കുറ്റ്യാടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാഹിദ് അഹമ്മദ് പറഞ്ഞു. ഇൻകാസ് ഖത്തർ കുറ്റ്യാടി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി P ഷൈജിത്ത്, എക്സിക്യൂട്ടീവ് അംഗം മുൻവർ മാലിക്, അംഗങ്ങളായ മൊയ്തു, ആരിഫ് കമന, സിറാജ് NP തുടങ്ങിയവർ യാത്ര നയിച്ചു. കുറ്റ്യാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജേഷ് ഊരത്ത് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. 10 വർഷത്തെ ദുരിതത്തിന് അറുതി വരുത്തുന്ന ദിവസമാണ് തൊട്ടു മുന്നിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ MLA ആയിരുന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, കുറ്റ്യാടി ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി വികസന പദ്ധതികൾ, കുറ്റ്യാടിയിലെ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെ ഉള്ള ഒരുപാട് വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട്, ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ജനകീയ MLA ആയി മാറിയിരിക്കുന്ന, അത്തരത്തിൽ ഒരു ശക്തമായ ഇടപെടൽ നടത്തിയ നമ്മുടെ പാറക്കൽ അബ്ദുള്ള, പ്രയാസപ്പെടുന്നവര്, ദുരിതം അനുഭവിക്കുന്നവര് ഒക്കെ താങ്ങായി തണലായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട മുൻ MLA-യും നമ്മുടെ UDF സ്ഥാനാർത്ഥിയുമായ പാറക്കൽ അബ്ദുള്ളയെ നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട്. അതിന് ഇൻകാസ് ഖത്തറിന്റെ അവരുടേതായ പങ്ക് വഹിക്കുന്ന ഇൻകാസ് ഖത്തറിനെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കോൺഗ്രസ് ഭാരവാഹികളായ AK വിജീഷ്, സുബൈർ കമ്പനി, AK ഷാജു, AK ഷംസീർ, ജിതിൻ KM ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. മലബാർ മിൽമയുടെ വിറ്റുവരവിൽ 152.11 കോടിയുടെ വർധന. കഴിഞ്ഞ വർഷത്തെ വിറ്റുവരവായ
1222.17 കോടി രൂപയിൽ നിന്നും 1774.28 കോടി രൂപയായാണ് വർധനവ് ഉണ്ടായത്. പാൽ 5.1%, തൈര് 3.6%, നെയ്യ് 21.8%, ഐസ്ക്രീം 19.6% വിൽപ്പന വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയതുൾപ്പെടെ മേഖലാ യൂണിയന്റെ 57 വ്യത്യസ്ത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വലിയ സ്വീകാര്യത നേടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണിയിൽ 18.7% വർധനവോടുകൂടി 516 കോടി രൂപയുടെ വിറ്റുവരവുണ്ടായി. പാൽ സംഭരണത്തിൽ 11.7% വർധനയുണ്ടായി. മുൻ സാമ്പത്തിക വർഷം പ്രതിദിനം ശരാശരി പാൽ സംഭരണം 6,13,437 ലിറ്റർ ആയിരുന്നത് 2025-26 സാമ്പത്തിക വർഷം 6,85,075 ലിറ്ററായി ഉയർന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ക്ഷീരകർഷകർക്ക് പാൽ വിലയായി 1,165 കോടി രൂപ നൽകി. അധിക പാൽ വിലയായും മറ്റ് ആനുകൂല്യങ്ങളുമായും 75 കോടിയോളം രൂപയാണ് നൽകിയത്. ആകെ 1,240 കോടിയോളം രൂപയാണ് ക്ഷീരകർഷകർക്കും സംഘങ്ങൾക്കുമായി മലബാർ മിൽമ നൽകിയത്. ക്ഷീരകർഷകരുടെ വരുമാന വർധനവിനായി കഴിഞ്ഞ സാമ്പത്തിക വർഷം മേഖലാ യൂണിയന് പാൽ നൽകിയ ക്ഷീരകർഷകർക്ക് വർഷം മുഴുവൻ കാലിത്തീറ്റ സബ്സിഡിയായും അനുവദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങി. തെരഞ്ഞെടുപ്പിന് ജില്ല പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ UDF സമ്പൂർണ്ണ വിജയം നേടുമെന്ന് MK രാഘവൻ MP. പ്രവാസി ക്ഷേമത്തിന് കേരളത്തിൽ ഇടതുപക്ഷം തുടരണമെന്ന് കേരള പ്രവാസി സംഘം. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുള്ള നഴ്സുമാരുടെ സമരം തുടരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.